ദിവ്യ, സമാനമായ സാഹചര്യം തന്നെയാണ്. നിലവിൽ മറ്റ് ബസ്സുകളൊന്നും തന്നെ അവിടെ നിന്നും യാത്ര തുടങ്ങാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ തടഞ്ഞിട്ടിരുന്ന ബസ് ഇപ്പോഴും തടഞ്ഞിട്ടിരിക്കുകയാണ്. അത് പോലീസുകാരോട് ഡ്രൈവർമാർ തങ്ങൾക്ക് സർവീസ് നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ എഴുതി നൽകാതെ ബസ്സിന് സംരക്ഷണം നൽകാനാകില്ല, അല്ലെങ്കിൽ യാത്രയ്ക്ക് സംരക്ഷണം ഒരുക്കാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ബസ്സിന് മുൻപിൽ കൊടികുത്തി CITU തൊഴിലാളികൾ ബസ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ബസ് തടഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ബസ്സിന് മുമ്പിൽ കൊടികുത്തി അവർ ഇരിക്കുകയാണ്. ഈ BMS തൊഴിലാളികൾ തങ്ങൾ സമരത്തെ അനുകൂലിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവർ യാത്ര കോഴിക്കോടേക്ക് പോകേണ്ട ബസ്സാണ്, രാവിലെ 5 മണിക്ക് പോകേണ്ട AC ലോ ഫ്ലോർ ബസ്സാണ്. അവർ പോകണമെന്ന വാശിയിൽ തന്നെ, അല്ലെങ്കിൽ പോകണമെന്ന തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ കൊച്ചിയിൽ ഇല്ല. പറവൂർ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറവൂർ ഭാഗത്തുള്ള KSRTC ഡിപ്പോയിൽ നിന്നും KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നെടുമ്പാശ്ശേരി ഭാഗത്തും എയർപോർട്ടിന്റെ ഭാഗത്തൊക്കെയുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്. മറ്റ് ഊബർ ടാക്സികളോ അല്ലെങ്കിൽ മറ്റു ടാക്സികളോ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഈ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി ടോക്കൺ നൽകുന്നില്ല എന്ന് പറഞ്ഞ് ചെറിയ ചില പ്രശ്നങ്ങൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഓട്ടോയൊന്നും തന്നെ ഓടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഓടുന്നത്. അധികം യാത്രക്കാരും ബസ് സ്റ്റാൻഡുകളിലേക്കോ മറ്റൊന്നും എത്തുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ആളുകളെ പോലീസ് തന്നെ ചില സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട്. അല്ലാതെ KSRTC സ്റ്റാൻഡുകളിലേക്കൊന്നും ആളുകളൊന്നും എത്തുന്നില്ല. ദീർഘദൂര ബസ്സുകളിൽ വന്നിറങ്ങുന്ന ആളുകളാണുള്ളത്. അവരെ പോലീസുകാർ തന്നെ അവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ദീർഘദൂര ബസ്സുകൾ അല്ലെങ്കിൽ രാത്രി സർവീസുകൾ ആരംഭിച്ച ബസ്സുകൾ ഓടാൻ അനുവദിക്കുമെന്നാണ് ഈ സമരത്തെ അനുകൂലിക്കുന്ന തൊഴിലാളികൾ പറയുന്നത്. മറ്റ് ബസ്സുകളൊന്നും തന്നെ ഓടാൻ അനുവദിക്കില്ല എന്നവർ പറയുന്നുണ്ട്. കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. അത് വലിയ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ ദിവസവും ജോലിക്ക് പോയി വരുന്നവർക്ക് അത് വലിയ ആശ്വാസമാകും കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത്. അധിക സർവീസുകൾ നടത്താനുള്ള സാധ്യതയുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഇത്തരത്തിൽ സ്വകാര്യ ബസ് പണിമുടക്കിയപ്പോൾ കൊച്ചി മെട്രോയിലേക്ക് വലിയ തിരക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അധിക സർവീസുകൾ നടത്തേണ്ടി വന്നു. അതുപോലെ തന്നെ ഇന്നും ഒരുപക്ഷെ അധിക സർവീസുകൾ നടത്താൻ സാഹചര്യമുണ്ട്. കാരണം അതുപോലെ വലിയ തിരക്ക് വരും മണിക്കൂറുകളിൽ മെട്രോയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും ഇവിടെ കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. രാവിലെ ആളുകൾ ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ സ്ഥലമില്ലാതെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നിലവിൽ കടകളോ അല്ലെങ്കിൽ ഹോട്ടലുകളോ ചായക്കടകളോ ഒന്നും തന്നെ നിലവിൽ തുറന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഈ പണിമുടക്ക് പൂർണ്ണമായും കൊച്ചിയെ ബാധിച്ചു എന്ന് തന്നെ പറയാം. ദിവ്യ.